രൂപ വില വരുന്ന സ്വർണം കാണാതായതാണ് വീട്ടുകാരിലും ബന്ധുക്കളിലും ഒപ്പം നാട്ടുകാരിലും ഗഫൂർ ഹാജിയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചത്. സ്വാഭാവിക മരണമാണെന്നാണ് ആദ്യം കരുതിയിരുന്നതെങ്കിലും ബന്ധുക്കളിൽ നിന്നായി ഗഫൂർ ഹാജി വാങ്ങിയ സ്വർണം വീട്ടിൽ നിന്ന് കാണാതായതോടെയാണ് സംശയം ഇരട്ടിപ്പിച്ചത്. DCRB ഡിവൈഎസ്പി KJ ജോൺസണിന് അന്വേഷണ ചുമതല നൽകിയത് കഴിഞ്ഞ 10-നാണ്. ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ മേൽനോട്ടത്തിലായിരുന്നു കേസ് അന്വേഷണം. പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയ വലിയ തുക എവിടെ നിന്ന് വന്നുവെന്ന അന്വേഷണമാണ് കേസിൽ നിർണായകമായത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക സംഘം കാസർഗോഡ് നഗരത്തിലെ ചില പ്രമുഖ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും. കേസിൽ മൊഴി രേഖപ്പെടുത്തിയ ചില സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് നടപടി. ഒരു വ്യാപാരിയെ ഇതിനകം ചോദ്യം ചെയ്തു. മൊഴി രേഖപ്പെടുത്തിയ സംഘം മറ്റുള്ളവരെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. കാണാതായ 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ ആരുടെ കൈവശമൊക്കെ എത്തിയെന്നറിയാനാണ് ഇവരെ ചോദ്യം ചെയ്യുക. ഇതിനിടയിൽ പ്രതികളെ കാസർഗോഡ് നഗരത്തിലെ ജ്വല്ലറികളിൽ എത്തിച്ച് വിൽപ്പന നടത്തിയ 29 പവൻ സ്വർണ്ണാഭരണം കണ്ടെടുത്തു. അറസ്റ്റിലായ 4 പേരെയും ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. ബാക്കി സ്വർണം കൂടി കണ്ടെടുക്കുന്നതിനും തുടരന്വേഷണത്തിനുമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് അറിയിച്ചു. പ്രതികളെ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാർ രോഷപ്രകടനം നടത്തി. പ്രതികളായ ജിന്നുമ എന്ന ഷമീമ, ഉബൈസ്, അസ്നീഫ, ആയിഷ എന്നിവരെയാണ് കൊലപാതകം നടന്ന വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് തെളിവെടുപ്പ് സമയം വീടിനു ചുറ്റും തടിച്ചുകൂടിയത്. ഗഫൂർ ഹാജിയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പ്രതികൾക്ക് നേരെ രോഷാകുലരായി. എഴുതിത്തള്ളുമെന്ന് ഒരു ഘട്ടത്തിൽ നാട്ടുകാരും വീട്ടുകാരും കരുതിയ ഗഫൂർ ഹാജി കേസ് 4 പേരുടെ അറസ്റ്റിൽ കലാശിച്ചതിനു പിന്നിൽ കർമ്മസമിതിയുടെ ഇടപെടലും എടുത്തു പറയേണ്ടതാണ്. ഖബറിടത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു പിറകെയാണ് നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചത്. ഹസൈന റാമു ഹാജി ചെയർമാനും സുകുമാരൻ പൂച്ചക്കാട് കൺവീനറും BM മൂസ ട്രഷററുമായ കർമ്മസമിതി നിരവധി സമര പരിപാടികൾക്കാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.